വെൽക്കം ടു SR ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീറ്റ് മച്ബൂസ് ഉണ്ടാക്കാനാണ്. ഇറച്ചിയുടെ ചോറുണ്ടാക്കാനാണ് വന്നിട്ടുള്ളത്. ഇറച്ചി മച്ബൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ 2 കപ്പ് അരി എടുത്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് വെള്ളത്തിൽ ഇട്ട് കുതിർത്തി റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. 2 കപ്പ് അരി. പിന്നെ നമുക്ക് ആവശ്യമായ മട്ടനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇന്നിവിടെ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇതേമാതിരി മട്ടൻ ഞാൻ 3 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേമാതിരി വലിയ പീസാക്കി ഞാൻ കട്ട് ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തതാണ്. ഞാൻ 3 കിലോ മട്ടനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടല്ലോ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ്. പിന്നെ 1 കഷ്ണം ഇഞ്ചിയും 2 സവാളയും പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇതാ കണ്ടല്ലോ നിങ്ങൾ. ഞാൻ എല്ലാം കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവാളയും കൂടെ ഇത് ചോപ്പ് ചെയ്തെടുത്തതാണ്. നിങ്ങളിത് കണ്ടല്ലോ. അത് അങ്ങനെ എടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള നെയ്യാണ്. നെയ്യ് കണ്ടല്ലോ. ഞാനിവിടെ ഒരു അര ബോൾ നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 4 സ്പൂൺ നെയ്യാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എണ്ണയായാലും നെയ്യാലും നിങ്ങളെ ചോയ്സാണ്. പിന്നെ ഞാൻ അതിനാവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞാൽ പട്ട, ബൈ ലീവ്സ്, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം ഞാൻ 3-4 പീസ് വീതം എടുത്തിട്ടുണ്ട്. ബൈ ലീവ്സ് 3-4 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ തക്കാളി, 2 തക്കാളി ഞാൻ എടുത്ത് ഇതേമാതിരി കട്ട് ചെയ്തതാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ഉപ്പാണ്. പിന്നെ നമുക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ നാരങ്ങ, ഉണക്ക നാരങ്ങ ഞാൻ 5 പീസ് കൂടെ എടുത്തിട്ടുണ്ട്. നാരങ്ങ കണ്ടല്ലോ നിങ്ങൾ. നാരങ്ങ ഒന്ന് കത്തിക്ക് കുത്തി വേണം ഇടെങ്കിൽ ഇതിനകത്ത് വെള്ളം കയറുള്ളൂ, എന്നാലും നല്ല കൊതിർന്ന് വരുള്ളൂ നാരങ്ങ. കണ്ടല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ ബൗള് മല്ലിയിലയാണ്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് മസാലകൾ ഞാൻ എടുത്തെന്ന് പറഞ്ഞാൽ ഒരു മാജി ക്യൂബ് 2 പീസുണ്ട്. അത് 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ അറബിക്ക് മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ള. കാരണം എന്ന് വെച്ചാൽ എനിക്ക് 3 കിലോ ഇറച്ചി ഉള്ളതുകൊണ്ട് എല്ലാത്തിനും ഞാൻ മസാല കുറച്ചേ ഞാൻ ചേർക്കാറുള്ളൂ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ജീരകപ്പൊടിയാണ്. ജീരകപ്പൊടി 1 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഈ ഇറച്ചിയുടെ മച്ബൂസ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം. ഞാൻ ലാസ്റ്റ് 2 പച്ചമുളകും കൂടി ഇതിലോട്ട് ഇടുന്നുണ്ട്. ഇതേമാതിരി പച്ചമുളക് നമുക്ക് ആ ചോറ്റിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ആ പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നാൽ വരൂ നമുക്ക് തുടങ്ങാം. ഞാൻ ഒരു ചെമ്പ് കണ്ടല്ലോ അടുപ്പത്തോട്ട് വെച്ചിട്ട് അത് ചൂടാകുമ്പോഴത്തേക്ക് അതിലോട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടല്ലോ നിങ്ങൾ. ഞാൻ ഇതിലേക്ക് ഞാനിപ്പം ഫയർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കണ്ടല്ലോ നിങ്ങൾ. ഞാൻ അതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സ്പൈസീസാണ്. ഗ്രാമ്പൂ, പട്ട അതിലേക്ക് നമ്മളങ്ങ് ഇട്ട് കൊടുക്കണം. ഇതിൽ കൂടി തന്നെ നമുക്ക് ഉണക്ക നാരങ്ങ ഇതെല്ലാം നമുക്ക് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചോപ്പ് ചെയ്ത് നമുക്ക് ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ നല്ല കളറായിട്ട് വരണം. ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി കിടന്ന് നല്ലപോലെ ഒരു ബ്രൗൺ കളറാവട്ടെ. ഉള്ളിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഈ ഇറച്ചി ആഡ് ചെയ്യാം. ഇറച്ചി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ചെറിയ തീയിലോട്ട് നമുക്കിട്ട് വേവിക്കാൻ വയ്ക്കാം. കണ്ടല്ലോ നിങ്ങൾ. ഇറച്ചി ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടല്ലോ. മസാലകൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കണ്ടല്ലോ മസാല, ഉപ്പ് കണ്ടല്ലോ. ഉപ്പ്
ഇതെല്ലാം ഞാൻ ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. കണ്ടല്ലോ, നമുക്ക് മജ്ബൂസിൻ്റെ ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് മാറ്റിയിട്ട് എന്നിട്ട് ഞാൻ അരി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഈ ഇറച്ചി ഇട്ട് കൊടുക്കും. ഞാൻ അരി ഇടാൻ പോവുകയാണ്. കണ്ടല്ലോ, ഞാൻ അരി ഇട്ട് കൊടുക്കുന്നു. 2 കപ്പ് അരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിക്ക് നിങ്ങൾ 3 കപ്പ് വെള്ളം നിങ്ങൾ ഒഴിച്ച് കൊടുക്കാവൂ. ഈ ഇറച്ചിയുടെ വെള്ളം തന്നെ ഒഴിക്കണം. കണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ കണക്കാക്കി ഇറച്ചി കോരി വെള്ളം അളവിന് വേണ്ടിയാണ് ഇറച്ചി കോരി മാറ്റി വെച്ചത്. ഇതിലോട്ട് ഈ മല്ലിയിലയും പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു. ഇനി അതിലോട്ട് തന്നെ ഈ ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മൂടി വെച്ച് വേവിക്കാം. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ മജ്ബൂസിൻ്റെ പരിപാടി.